സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ടും ചിക്കൻ്റെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എഗ്ഗ് വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കാം. നിങ്ങളാരെങ്കിലും കുക്കറിൽ മുട്ട പുഴുങ്ങിയിട്ടുണ്ടോ? ഇതുപോലൊരു വിസിൽ വന്ന് ഓഫാക്കി നമ്മൾ മുട്ട പുഴുങ്ങിയത് റെഡിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തേങ്ങാ ചമ്മന്തിയാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബജിമാവ് എടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ബജിമാവിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് ബജിമാവ്, 1/2 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. കാരണം ബജിമാവിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. നല്ല തിക്ക് ബാറ്റർ ആക്കിയിട്ട് മാറ്റിയാൽ ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയുടെ മഞ്ഞയും ചമ്മന്തിയും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഫില്ലാക്കി വന്നപ്പോൾ ചമ്മന്തി മിക്സ് ബാക്കി വന്നപ്പോൾ ബജിമുളകിൻ്റെ നടു പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മാവിൽ മുക്കി പൊരിക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ഫ്രൈ ആക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മാവിൽ മുക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ നിൽക്കേണ്ട. വേഗം തന്നെ ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് കോരുക. ഇല്ലെങ്കിൽ ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിച്ചോളിട്ടാ. ചമ്മന്തി കൂടെ റെഡിയാക്കുന്നുണ്ട്. പകുതി സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില, ഒരു ചെറിയ പീസ് പുളി, മുളക് പൊടി, 1 ടീസ്പൂൺ തേങ്ങയും വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്താൽ അടിപൊളി ചമ്മന്തി റെഡിയാണ്. അപ്പോൾ ഈ സ്നാക്കിന് പറ്റിയൊരു പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.